സുഹൃത്തുക്കളെ, പുതുപ്പള്ളി MLA ശ്രീ ചാണ്ടി ഉമ്മനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വരുന്നത്. അദ്ദേഹം വളരെ വളരെ സ്പിരിച്വലാണ്, ഹൈലി സ്പിരിച്വലാണ്, നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ആളാണ്, നല്ല അക്കാദമിക് പശ്ചാത്തലമുണ്ട്. ലോകത്തെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, വരുന്ന ജനറേഷനെക്കുറിച്ചൊക്കെ ഏറെ സ്വപ്നങ്ങൾ സൂക്ഷിക്കുകയും അതിനെക്കുറിച്ചൊരു വിഷൻ ഒരു മനസ്സിലുള്ള ഒരാളാണ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ബുദ്ധിപരമായിട്ടുള്ള ഉയർന്ന കാര്യങ്ങൾ ഫലപ്രദമായി പറഞ്ഞ് അവതരിപ്പിക്കുന്നതിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് കുഴപ്പങ്ങൾ പറ്റാറുണ്ടെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം എടുക്കുന്ന ഒരു വൈകാരിക തീരുമാനം എന്ന് പറയുന്നത്, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ മത്സരിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുന്നത്, അത് ഭൂലോക വിഡ്ഢിത്തരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ചാണ്ടി ഉമ്മൻ കുറച്ചുകൂടി പക്വതയോടുകൂടിയിട്ട് ആ വിഷയത്തെ സമീപിക്കണം. വൈകാരികമായിട്ടല്ല നമ്മളെല്ലാ വിഷയത്തെയും സമീപിക്കേണ്ടത്. ഇത് പറയുമ്പോൾ തന്നെ പറയാൻ യോഗ്യതയില്ലാത്ത ഒരാളാണ് ഞാൻ. ഇമോഷണലായിട്ട് വിഷയങ്ങളെ സമീപിക്കുന്ന ആളാണ്. പക്ഷേ ചാണ്ടി ഉമ്മനെ പോലെ ഞാനൊരു MLA യോ പിന്നെ MP യോ പഞ്ചായത്ത് മെമ്പറോ ഒന്നുമല്ല. ചാണ്ടി ഉമ്മൻ വിജയിച്ചു കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മൻ UDF അധികാരത്തിൽ വന്നാൽ ക്യാബിനറ്റ് മെറ്റീരിയലാണ്, മന്ത്രിസഭയിലുണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരാളാണ്. ചാണ്ടി ഉമ്മൻ അതിന് കഴിയുകയും പറ്റും. മാതൃകാപരമായി പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും. അഴിമതിയില്ല, ആദർശശുദ്ധിയുണ്ട്, ദുസ്വഭാവങ്ങളൊന്നുമില്ല, മനുഷ്യത്വമുള്ള ഒരാളാണ്. ഇദ്ദേഹം മനുഷ്യത്വ ഗുണം അറിയ ഉമ്മനുണ്ട്. അതേപോലെ തന്നെ പിന്നെ ചാണ്ടി ഉമ്മൻ ഒരിക്കലും ഉമ്മൻചാണ്ടി ചെയ്ത അതേ അബദ്ധം ചാണ്ടി ഉമ്മൻ ചെയ്യരുത്. ഉമ്മൻചാണ്ടി മറ്റ് പല നേതാക്കളുടെയും ഈ മക്കൾ രാഷ്ട്രീയം ഇതൊക്കെ കൂടി കണ്ടുമടുത്തപ്പം ഉമ്മൻചാണ്ടി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മക്കളാരും ഒന്നിനും വരണ്ട എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിട്ട് ഏതോ കാലത്ത് മാറുമായിരുന്നു. കോൺഗ്രസിൻ്റെ ഔട്ട്റീച്ച് സെല്ലൊക്കെ ഉണ്ടായിരുന്നല്ലേ. അത് മാത്രമല്ല, പിന്നെ ദില്ലി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലാണെന്ന് തോന്നുന്നു, അവിടെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ, ഹൈലി എഡ്യൂക്കേറ്റഡ് അല്ലേ, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചു വന്നതല്ലേ. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ളത് എനിക്ക് വന്നതല്ലല്ലോ. അച്ചു ഉമ്മൻ KSUവിൽ സജീവമായിട്ട് പ്രവർത്തിച്ചതല്ലേ. 2006 സതീശൻ പാച്ചേനി VS അച്യുതാനന്ദനെതിരെ മലമ്പുഴയിൽ മത്സരിക്കുമ്പം പ്രചാരണ രംഗത്ത് മുമ്പിൽ നിന്ന് കുറേ ദിവസങ്ങൾ അവിടെ ചെലവഴിച്ച ഒരാളാണ് അച്ചു ഉമ്മൻ. പറയുമ്പോൾ അന്ന് കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ്. 2004 തൊട്ട് 2006 വരെ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിൻ്റെ സമ്മന്നതനായ നേതാവായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ മകളാണ്. ആ ലേബലിലല്ല അവിടെ പോയത്. സഹപ്രവർത്തകരെന്ന രീതിയിൽ അന്തരിച്ചു പോയ ശ്രീ സതീശൻ പാച്ചേനിയുടെയും MG കണ്ണൻ്റെയും ഒക്കെ മരണം എന്നെ നോവിച്ചിട്ടുള്ളതാണ്. അങ്ങനെ CPM-ലും ലീഗിലും പിന്നെ BJP-യിലും ഒക്കെ എവിടെ എത്താതെ പോയ, ചില പ്രായത്തിൽ പോയ, നഷ്ടപ്പെട്ടു പോയ ആളുകളെ അവരുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് അവസരം കിട്ടിയിട്ടില്ല എന്ന, അവരുടെ സേവനം പിന്നെ ലഭിക്കാൻ നമുക്ക് അവസരം കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വിവിധ മേഖലകളിലുണ്ടാവും. അതുപോട്ടെ, അതല്ല വിഷയം. അച്ചു ഉമ്മനും KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആവാൻ യോഗ്യതയുണ്ടായിരുന്നില്ല. KSUവിൻ്റെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് ആവാനുള്ള ഒരു പെൺകുട്ടിയായിട്ട് വരാൻ പറ്റുന്ന കഴിവുണ്ടായിരുന്ന ആളാണ് അച്ചു ഉമ്മെന്ന് ഞാൻ കരുതുന്നുണ്ട്. മാത്രമല്ല, 3 പേരെ എടുത്തു കഴിഞ്ഞാൽ 3 പേര് നല്ല തന്തയ്ക്കും നല്ല തള്ളയ്ക്കും പറഞ്ഞതിൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ട്. ആ വിത്ത് ഗുണമൊക്കെ 3 പേർക്കും കിട്ടിയിട്ടുണ്ട്. 3 പേരിലൊരു മനുഷ്യത്വമുണ്ട്. പിന്നെ അതേസമയം കുറച്ചുകൂടി പിന്നെ എന്താ പറയുക, ബ്രില്യൻ്റാണ്, ബുദ്ധിപരമായി മാത്രം സംസാരിക്കുന്ന ഒരാളാണ് അച്ചു ഉമ്മൻ. ചാണ്ടി ഉമ്മനെ പോലെ ഹൃദയത്തോട് കൊണ്ട് സംസാരിക്കുന്നതല്ല. മറിയ ഉമ്മൻ്റെ ഒരുപാട് അഭിമുഖങ്ങളെ കണ്ടിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ്റെ സമാനമായൊരു സ്വഭാവം, ഒരു സ്പിരിച്വാലിറ്റി മറിയ ഉമ്മൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ, അവരുടെ സംസാരങ്ങളിൽ, അവരുടെ ഇൻ്റർവ്യൂകളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഉമ്മൻചാണ്ടിയുടെ മകനായി അല്ലെങ്കിൽ മകളായി എന്നത് ഒരു പിന്നെ തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ്റെ പെങ്ങളായി എന്നുള്ളത് കൊണ്ട് മറ്റൊരു 2 പേരെയും കഴിവുകൾ പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വയലാർ രവി പിന്നെ കേന്ദ്രമന്ത്രിയായപ്പോൾ മേഴ്സി രവി MLA ആയിട്ടുണ്ട്. മാധവറാവു സിന്ധ്യ, നമ്മുടെ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ, പണ്ട് കോൺഗ്രസിലായിരുന്നു, പിന്നെ കേന്ദ്രമന്ത്രിയായിരുന്നു. രാഹുൽ ബ്രിഗേഡിൻ്റെ പിന്നെ ഏറ്റവും മുൻനിരയിൽ നിന്ന ആളാണ്. സച്ചിൻ പൈലറ്റിനെ പോലെ, രാജേഷ് പൈലറ്റിൻ്റെ മകൻ സച്ചിൻ പൈലറ്റിനെ പോലെ മാധവറാവു സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ. ഈ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അച്ഛൻ മാധവറാവു സിന്ധ്യ പഴയ ഗോളിയർ പിന്നെ റോയൽ ഫാമിലിയുടെ രാജകുടുംബത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെയുള്ളവർക്കൊക്കെ അത്ര ആരാധനയുണ്ട്. മാധവറാവു സിന്ധ്യ കോൺഗ്രസിൻ്റെ സമ്മന്നതനായ നേതാവായിരിക്കും. രാജീവ് ഗാന്ധിയുടെ കാലത്തെ വലിയ നേതാവാണ്, കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നതാണ്. നരസിംഹറാവുവിൻ്റെ സമയത്തും കേന്ദ്രമന്ത്രിയായിരുന്നതാണ്. മാധവറാവു സിന്ധ്യ കോൺഗ്രസിൻ്റെ അങ്ങനെ ഉയർന്ന പദവികൾ വഹിക്കുമ്പം സഹോദരിയായിട്ടുള്ള വസുന്ധര രാജ സിന്ധ്യ അപ്പുറത്ത് BJP-യാണ്. പിന്നീട് BJP-യുടെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. രാജമാതാ വിജയരാജ സിന്ധ്യ എന്ന് പറയുന്ന അവരുടെ അമ്മ BJP ആയിരുന്നു. BJP-യുടെ ഉയർന്ന പദവികൾ വഹിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നാളെ മറിയ ഉമ്മനോ അല്ലെങ്കിൽ അച്ചു ഉമ്മനോ വേറെ ഏതെങ്കിലും പാർട്ടിയിലായിരുന്നു എന്ന് പോയിരുന്നെങ്കിൽ ഒരു വീട്ടിൽ തന്നെ പല പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടാവില്ലേ? അത് അപ്പിയുടെ സ്നേഹം ഉണ്ടായിട്ടും ഇല്ലാണ്ടൊന്നും അല്ലല്ലോ. സ്വന്തം പിതാവിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വഴിയെ തന്നെ മക്കൾ പോകണമെന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരോടുള്ള സ്നേഹവും ഇതൊക്കെ വേറെ. അല്ലെങ്കിൽ അവർ നിന്നിരുന്ന കാലത്തുനിന്ന് ആ പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നാൽ വേറെ പ്രസ്ഥാനത്തിലേക്ക് പോയി എന്ന് വരും.
അപ്പം അത് അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഇവരുടെ ആരുടെയും പിന്നെ മകനായി മകളായി എന്നത് ഒരു അധിക യോഗ്യതയായി ഓവർ ക്വാളിഫിക്കേഷനായിട്ട് കൗണ്ട് ചെയ്യേണ്ടതില്ല, അധിക യോഗ്യതയായിട്ട് പരിഗണിക്കേണ്ട. പക്ഷേ അവരുടെ മകനോ മകളോ ആയി ജനിച്ചു എന്നത്, അദ്ദേഹത്തിൻ്റെ മകനോ മകളോ ആയി ജനിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ നല്ല ആരായാലും അതൊരു അയോഗ്യതയായി കാണേണ്ടതില്ല. ലീഡർ സാക്ഷാൽ കെ കരുണാകരൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കെ മുരളീധരൻ കോഴിക്കോട് എം പി ആയിട്ടില്ലേ? അത് പെട്ടെന്ന് സേവാദളിൽ നിന്ന് പിന്നെ ഇറങ്ങി വന്നിട്ടില്ലേ? സേവാദളിൽ കൂടി പിന്നെ പിൻവാതിൽ നിയമനമായിരുന്നു ആദ്യം. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചു. അച്ഛനും മകനും ഒരുമിച്ച് മത്സരിച്ച്, അച്ഛൻ മത്സരിച്ച് പിന്നെ ഇദ്ദേഹം കോഴിക്കോട് ആദ്യം എം പി ആവുന്നു, പിന്നെ അവിടെ തോക്കുന്നു. പിന്നെ അച്ഛനെ തോൽപ്പിച്ച വി രാഘവനോട് തൃശ്ശൂർ പോയിട്ട് മത്സരിച്ച് തോക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരി പത്മജിയും അദ്ദേഹം ഒരുമിച്ച് ഒരേ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നോക്കുന്നു. 2004 പൊതു തെരഞ്ഞെടുപ്പിൽ പഴയ മുകുന്ദപുരം മണ്ഡലം, ഇപ്പോഴത്തെ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ പത്മജ വേണുഗോപാൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു കൈപ്പത്ത് ചിഹ്നത്തിൽ. വടക്കഞ്ചേരിയിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത കെ മുരളീധരൻ തനിക്ക് വേണ്ടി സ്ഥാനം ഒഴിഞ്ഞ വി ബലറാമിൻ്റെ, പിന്നെ നമ്മുടെ വി ടി ബലറാം അല്ല കേട്ടോ, വി ബലറാം പഴയ ഈ ഗ്രൂപ്പിൻ്റെ നേതാവ്, അദ്ദേഹം രാജിവെച്ച ഒഴിവില്ല അവിടെ നിന്ന് പിന്നെ മന്ത്രിസ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി നിയമസഭയിലേക്ക് 6 മാസത്തിനകം അംഗമാകണമെന്നതുകൊണ്ട് ആ പൊതു തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെടുന്നു. വടക്കഞ്ചേരിയിൽ ആങ്ങളെയും തോറ്റു, ഇപ്പുറത്ത് പെങ്ങളും തോറ്റു. ഇങ്ങനെയുള്ള എത്രയോ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. വി സി ശുക്ല, എസ് സി ശുക്ല മധ്യപ്രദേശിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖരായ നേതാവായിരുന്നു. ഒരാൾ കേന്ദ്രമന്ത്രിയായിരുന്നു, ഒരാൾ മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഒക്കെ പഴയ കാര്യങ്ങളാണ്, ഞാനിപ്പോൾ ഗൂഗിളൊന്നും പിന്നെ ചെക്ക് ചെയ്യാൻ നിന്നിട്ടില്ല. അപ്പം പിന്നെ ഇത് ഇപ്പോൾ പിന്നെ കെ എം മാണി, ഉമ്മൻചാണ്ടിയുടെയും ഉമ്മൻചാണ്ടി, കുഞ്ഞുമാണി, കുഞ്ഞാപ്പ, കുഞ്ഞൂഞ്ഞ്, അങ്ങനെ ലിക്വേഷൻ ഉണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയും കെ എം മാണിയും പിന്നെ ഉമ്മൻചാണ്ടിയും ചേർന്നാണ് പല തീരുമാനങ്ങളും എടുത്തിരുന്നത്, നിയന്ത്രിച്ചിരുന്നത്. ഈ കെ എം മാണിയുടെ മകൻ രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ലേ? പാണക്കാട് തങ്ങൾമാരുടെ കുടുംബത്തിലുള്ള ഒരു ബാക്കിയുള്ളൊരു പിന്നെ ഒരാൾ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ, ഒരാൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു, ഒരാൾ പിന്നെ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആവുന്നു, ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ? അന്തരിച്ചുമായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ജില്ലാ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മുനവർ അലി ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകൻ മുനവർ അലി ശിഹാബ് തങ്ങൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അവർ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല, സംഘടനാ ചുമതലകൾ ഉയർന്ന പദവി വഹിച്ചിട്ടില്ലേ? അതുപോലും ചാണ്ടി ഉമ്മനൊക്കെ മുമ്പ് ആവേണ്ടതായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെ ഒക്കെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയിട്ട് വരേണ്ടതായിരുന്നു. ഉമ്മൻചാണ്ടി അതിനെ ബ്ലോക്ക് ചെയ്തു. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് രാഷ്ട്രീയത്തിൽ പരിഗണന വേണ്ട, അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും, എൻ്റെ മക്കളായതുകൊണ്ട് കൊടുന്നു എന്നുള്ളത് വരും എന്നുള്ളത് അങ്ങനെ കരുതണ്ടാന്നേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം പിതാവിന് പറ്റിയ അതേ തെറ്റിൻ്റെ വഴിയെ കൂടെ ചാണ്ടി ഉമ്മൻ സഞ്ചരിക്കരുത്. അദ്ദേഹത്തിൻ്റെ പിതാവിനെ വിമർശിക്കുകയല്ല കേട്ടോ, അദ്ദേഹം മഹത്വമായ മാതൃകാപരമായ ഒരു നിലപാടെടുത്തു. പക്ഷേ അതിനകത്ത് ഒരു കാവ്യനീതി ഇല്ലായ്മയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മക്കളാണ് എന്നതുകൊണ്ട് അവരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ഒരു കഴിവുമില്ലാത്തവരെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തെറ്റാണ്. എൻ്റെ മക്കൾ അവർ സ്വന്തം കഴിവുകൊണ്ട് അവർ വരുന്നു, അതിന് എൻ്റെ മക്കളായതുകൊണ്ട് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല, യോഗ്യതയുള്ളവർക്ക് എടുക്കാം. അത് മാത്രമല്ല, സാക്ഷാൽ ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ശരിയാണ്, അദ്ദേഹം അമിത സ്വാധീനം ചെലുത്തിയെന്നോ, അദ്ദേഹം ലോബിയിങ് നടത്തിയെന്നോ, അദ്ദേഹം കേന്ദ്രത്തിൽ പിന്നെ പിടിമുറുക്കിയിട്ടാണെന്നോ ഒക്കെ പറയാം. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് 2023 നമ്മെ വിട്ടുപോയി. അദ്ദേഹം ജീവിച്ചിരിക്കാത്ത സമയത്ത് ചാണ്ടി ഉമ്മൻ ചിന്തിക്കേണ്ട നിലപാട്, ചാണ്ടി ഉമ്മന് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള പിന്നെ സ്വാധീനം ഹൈക്കമാൻഡിലോ അതിൻ്റെ ഭാഗമോ ഒന്നും അല്ലാതെ, കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏറ്റവും സമ്പന്നതനായ നേതാവും അല്ലാതെ, ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും അല്ലാതെ, KPCC അധ്യക്ഷനുമല്ല, പ്രതിപക്ഷ നേതാവല്ല, ഒന്നുമല്ല, മുന്നണി കൺവീനറല്ല, AICCയുടെ ജനറൽ സെക്രട്ടറി അല്ല. അപ്പോൾ ചാണ്ടി ഉമ്മൻ സഹോദരിയെ കൊണ്ടുവന്നു എന്ന ആരോപണം വരുമോ? ഇല്ല. സഹോദരിക്ക് സ്വാഭാവികമായി കഴിവുണ്ടെങ്കിൽ, അച്ചു ആണെങ്കിലും മറിയ ഉമ്മനാണെങ്കിലും വരികയാണെങ്കിൽ വരുന്നതിന് എന്തിനാണ് ചാണ്ടി ഉമ്മൻ വൈകാരികമായിട്ട് വീട്ടിൽ നിന്ന് ഒരാളെ വരുള്ളൂ, മറ്റാരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ മത്സരിക്കില്ല എന്ന് തീരുമാനിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ചാണ്ടി ഉമ്മൻ മത്സരിച്ച് ജയിച്ചാൽ ചാണ്ടി ഉമ്മൻ ക്യാബിനറ്റ് മന്ത്രിയായി, UDF അധികാരത്തിൽ വന്നാട്ടോ. അക്കാര്യത്തിലൊക്കെ എനിക്കിപ്പോൾ സംശയമുണ്ട്. വന്നാൽ തീർച്ചയായിട്ടും വരേണ്ട ഒരാളാണ് ചാണ്ടി ഉമ്മൻ. പക്ഷേ മറിയ ഉമ്മൻ വന്നു കഴിഞ്ഞാൽ മറിയ ഉമ്മൻ ഒരു ക്യാബിനറ്റ് മെറ്റീരിയലായിട്ട് വരില്ല, ഒരു MLA ആയിട്ടിരിക്കേണ്ടി വരും. അങ്ങനെ വരുന്നതിൽ എന്താണ് തെറ്റ്? അവർക്ക് ആ രംഗത്ത് ശോഭിക്കാൻ കഴിയുമെന്ന് തന്നെ എനിക്ക് ബോധ്യമുണ്ട്. കാരണം നമ്മളവരുടെ ഇൻ്റർവ്യൂസ്, അവരുടെ ബാക്കി കാരുണ്യ പ്രവർത്തനങ്ങളിലുള്ള ഇടപെടൽ, സോഷ്യൽ ആക്ടിവിറ്റീസിനകത്ത് അവർ സജീവമായിട്ട് നിൽക്കുന്നതിനൊക്കെ, അതുമല്ല കാര്യങ്ങൾ വളരെ ചാണ്ടി ഉമ്മൻ്റെ മാതിരി തന്നെ വളരെ നിഷ്കളങ്കമായും ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ്. അച്ചു നന്നായിട്ട് ആലോചിച്ചിട്ടേ മറുപടി പറയുള്ളൂ. അച്ചു ഇവർ രണ്ടുപേരെക്കാളും കുറച്ചുകൂടി പിന്നെ ബുദ്ധിപരമായി സംസാരിക്കുന്ന ഒരാൾ അച്ചുവാണ്. മറ്റൊരു ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതാണ്.
ഇത്രയും പാവമാവാൻ പാടില്ല ചാണ്ടി ഉമ്മൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പിന്നെ വേറെയും ഒരുപാട് പേരുണ്ട്. എത്രയോ പേര് എനിക്കങ്ങനെ കൊണ്ടുവന്ന് വേണ്ടെന്നേ. ഇവരെ സമുന്നതനായ നേതാവ് രാജീവ് ഗാന്ധി ജീവിച്ചിരുന്നപ്പോൾ വേറെ ആരും രാഷ്ട്രീയത്തിൽ കൊടുന്നില്ലെങ്കിലും ഇന്ദിരാഗാന്ധി ജീവിച്ചിരുന്നപ്പോൾ സഞ്ജയ് ഗാന്ധി കൊടുന്നിട്ടില്ലേ? സഞ്ജയ് ഗാന്ധി അല്ലേ അന്ന് അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ത്യ ഭരിച്ചത്? സത്യത്തിൽ വേണ്ട. സോണിയാഗാന്ധി ആദ്യം സ്ഥാനം ഏറ്റെടുക്കാൻ വിമുഖത പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം സീതാറാം കേസരി അധ്യക്ഷനായി. അതും കഴിഞ്ഞതിന് ശേഷം പിന്നീട് സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിട്ട് വന്നു, പാർലമെൻറ്റ് അംഗമായിട്ട് വന്നു. സോണിയാഗാന്ധി പാർലമെൻറ്റ് അംഗമായിട്ടിരിക്കുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റ് അംഗമായില്ലേ? സോണിയാഗാന്ധിക്ക് ശേഷം പിന്നെ രാഹുൽ ഗാന്ധിയെ സോണിയാഗാന്ധി അതിൻ്റെ ഹൈക്കമാൻഡിൻ്റെ അവസാന വാക്കായിട്ട് നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി പിന്നെ AICC പ്രസിഡന്റ് ആയില്ലേ? ഇത്തവണ സോണിയാഗാന്ധി പിന്നെ റായ്ബറേലിയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പം രാഹുൽ ഗാന്ധി അവിടെ പോയി മത്സരിച്ച് ലോക്സഭയ്ക്ക് എത്തി. പ്രിയങ്ക ഗാന്ധി ബൈ ഇലക്ഷനിൽ വയനാട്ടിൽ പിന്നെ ലോക്സഭയിലേക്ക് എത്തി. അമ്മ സോണിയാഗാന്ധി രാജ്യസഭയിലും പോയില്ലേ? 3 പേരും ഒരുമിച്ച് പാർലമെന്റിലില്ലേ? അപ്പോൾ ഇതൊക്കെ ഒരു തെറ്റായിട്ടും കുറ്റമായും കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനവന് കഴിവും ശേഷിയും ഉണ്ടെങ്കിൽ അവനാവട്ടെ. ചാണ്ടി ഉമ്മൻ്റെ പെങ്ങളായതുകൊണ്ട് ചാണ്ടി ഉമ്മ കൊണ്ടൊന്നും ആരും പറയില്ലല്ലോ. മറിയം ഉമ്മനിൽ അങ്ങനെ ഒരു സിദ്ധിയുണ്ട് എന്ന് കോൺഗ്രസിന് തോന്നുകയാണെങ്കിൽ മറിയം ഉമ്മനെ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്ലേസ് ചെയ്തിട്ട് വേണ്ട. മറിയം ഉമ്മൻ്റെ ഐഡിയോളജി മാറി. പത്മജ വേണുഗോപാൽ BJP പോയതുപോലെ BJPയിലോ CPMലോ പോകാൻ തീരുമാനിച്ചാലോ? അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ പോകാൻ തീരുമാനിച്ചാലോ? CPIയിൽ പോകാൻ തീരുമാനിച്ചാലോ? അവരുടെ MLA പിന്നെ സ്ഥാനാർത്ഥിയായാലോ? മത്സരിച്ച് നോക്കിയേ ജയിക്കുകയൊക്കെ രണ്ടാമത്തെ കാര്യം. അവർ പിന്നെ ജയിച്ച് മന്ത്രിയാക്കിയാലോ? അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ ഞാൻ രാഷ്ട്രീയം വിടുന്നു, ഞാൻ വനവാസത്തിന് പോകുന്നു, ഞാൻ രാഷ്ട്രീയത്തിലുള്ളതുകൊണ്ട് എൻ്റെ പെങ്ങന്മാർ അങ്ങനെ വന്നു എന്ന് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നു എന്നുള്ള തെറ്റിദ്ധാരണ ഇവിടെ ആർക്കും ഇല്ലാന്നേ. ചാണ്ടി ഉമ്മ അങ്ങനെ വഴി വിട്ട് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്ന ഒരു തെറ്റിദ്ധാരണയും അത് ചാണ്ടി ഉമ്മൻ്റെ ഒരു ഓവർ റീഡിങ്ങാണ്. അങ്ങനെ ആൾക്കാർ തെറ്റിദ്ധരിക്കുമോ? എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രം രാഷ്ട്രീയത്തിൽ മതി, അങ്ങനെയൊന്നുമില്ല. നാളെ ചാണ്ടി ഉമ്മന് വിവാഹം കഴിച്ച് ആ പെൺകുട്ടിക്ക് വേറൊരു രാഷ്ട്രീയത്തിലാണ് അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് കടന്നു വരികയാണ്. ഇപ്പോൾ VK ശ്രീകണ്ഠൻ്റെ ഭാര്യ KA തുളസി കോങ്ങാട് നിന്ന് മത്സരിക്കുന്നില്ലേ? പാലക്കാട് MP VK ശ്രീകണ്ഠൻ്റെ, ഞാനത് നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ എത്ര പേര് വന്നിട്ടുണ്ട് കേരളത്തിൽ തന്നെ. അപ്പം അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ ഇങ്ങനെ അതിവൈകാരികമായി ഈ പാവത്തരം കൂടിയിട്ടെടുക്കുന്നതിൻ്റെ ചില കുഴപ്പങ്ങളാണ്. നിഷ്കളങ്കത ഇത്രയും നിഷ്കളങ്കാകാൻ പാടില്ല, ഇത്രയും ഇന്നസെൻ്റ് ആവേണ്ട ആവശ്യമില്ല, ഇത്രയും അതിവൈകാരികത കാണിക്കേണ്ട ആവശ്യമില്ല. ഇമോഷണൽ ആവാം. അത് ഞാൻ പറയുന്നു, ചാണ്ടി ഉമ്മൻ്റെയൊക്കെ സിദ്ധികളെ നേരത്തെ സ്വന്തം മക്കളായതുകൊണ്ട് മറ്റുള്ള നേതൃത്വം അവരെ ഉയർന്ന സ്ഥാനത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ തന്നെ അതിന് തടയിട്ടത് ശ്രീ ഉമ്മൻചാണ്ടി ചെയ്ത തെറ്റാണ്. അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമല്ല. എൻ്റെ മക്കളാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ കൊണ്ടുവരാൻ നിൽക്കരുത് എന്നുള്ളത് പറയാം. അവർക്ക് ആ കഴിവ് കൊണ്ട് വേറെ ആരെങ്കിലും അവരെ കൊണ്ടുവരണമെന്ന് നിർദ്ദേശം വെക്കുമ്പം പറ്റില്ല എന്ന് പറഞ്ഞ പുള്ളിയാണ് വെട്ടുന്നത്. അപ്പോൾ അവർ ഒരുമിച്ച് ആംഗ്ലേയ പെങ്ങളും കൂടി ഒരുമിച്ച് നിയമസഭയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ അതിന് ഉത്തരവാദിയാവുന്നില്ല. അതിന് ഉത്തരവാദികൾ കോൺഗ്രസ് നേതൃത്വവും ജനങ്ങളുമാണെന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്നു, ജനങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ മത്സരിച്ച് ജയിച്ചു വരട്ടേന്നേ. അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ മാറി നിൽക്കുകയാണ് വേണ്ടേ? ചാണ്ടി ഉമ്മൻ ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, സംഭാവന ചെയ്യാൻ കഴിവുള്ള ശേഷിയുള്ള ഒരു ചെറുപ്പക്കാരൻ, പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള ചെറുപ്പക്കാരൻ എന്ന രീതിയിലാണ് ഞാൻ ചാണ്ടി ഉമ്മനെ കാണുന്നത്. ചാണ്ടി ഉമ്മനിലൊക്കെ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഇനിയും പതിറ്റാണ്ടുകൾ അദ്ദേഹത്തിന് മുമ്പിൽ നീണ്ടു നിൽക്കുന്നുണ്ട്. നാളെ ഒരിക്കൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിന്നെ വരെ കോൺഗ്രസ് പാർട്ടിക്ക് ആയുസുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇവർ തമ്മിൽ തല്ലിട്ട് തീർത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൊണ്ട് നോക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ദോഷം വരുന്ന ഒന്നും ചെയ്യാറില്ല. ഗ്രൂപ്പ് കളിക്കാനോ ബാക്കിയുള്ളതിനും ലോബിങ് നടത്താനോ ഒന്നിനും പോകാറില്ല. തന്നെ ദ്രോഹിച്ചവർക്കെതിരെ പാരപണിയാനും പോയിട്ടില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. മാനസികമായിട്ട് എതിർപ്പുള്ളതുകൊണ്ട് പക്ഷെ പരസ്യ പ്രതികരണത്തിനും നിന്നില്ല, പുള്ളി പോയില്ല. നിലമ്പൂരാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴോ ചത്ത പണിയെടുത്തു. ഏറ്റവും കൂടുതൽ വീട് കയറി ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് ഇടുന്ന രീതിയിലാണ് കയറിയത്. സ്ഥാനാർത്ഥി ആര്യാടെ ഷോക്കത്ത് അത്രയും വീട് കയറിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത് മാത്രമല്ല, അദ്ദേഹം വൈകാരികമായി പ്രസംഗിച്ചു. പാപ്പുട്ടിയാക്ക, ആര്യാടെ ഷോക്കത്തിലെ പാപ്പുട്ടിയാക്ക നമ്മളെല്ലാവരും വിളിക്കാറുള്ളത് പൊതുവേ, ഇവരും അങ്ങനെ തന്നെ വിളിക്കുന്നത്. പാപ്പുട്ടിയാക്ക എന്നെ ചെറുപ്പത്തിൽ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത്. എൻ്റെ പിതാവും ശ്രീ ആര്യാടൻ മുഹമ്മദും എൻ്റെ പിതാവും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകളൊക്കെ വലിയ എഫക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ ചാണ്ടി ഉമ്മൻ കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ പിന്നെ അവൾക്ക് മിഠായി കൊടുത്താൽ എനിക്ക് മിഠായി വേണ്ട എന്ന് പറയരുത്. രണ്ടുപേർക്ക് ഓരോ മിഠായി ആരെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മറിയ ഉമ്മന് കിട്ടുന്ന മിഠായി ചാണ്ടി ഉമ്മൻ പിന്നെ മിഠായി മറിയ ഉമ്മനും കൂടി മിഠായി കൊടുത്താൽ ഞാൻ മിഠായി കഴിക്കുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ തെറ്റാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ
മറിയം ഉമ്മന് സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ മത്സരിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായി അധാർമികതയാണ്. അല്ലാതെ മറിയം ഉമ്മനോ അച്ചു ഉമ്മനോ കോൺഗ്രസ് പാർട്ടി സീറ്റ് കൊടുക്കാൻ തീരുമാനിക്കുകയും അവർ മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ ഞാൻ മാറി നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാണ്ടി ഉമ്മനെ സ്നേഹിക്കുന്ന, ചാണ്ടി ഉമ്മനിൽ പ്രതീക്ഷയുള്ള, എന്നെപ്പോലെയുള്ള മനുഷ്യരുടെ മനസ്സിനെ വരെ നോവിക്കുന്ന ഒരു തീരുമാനമാണ്. ചാണ്ടി ഉമ്മൻ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവണം, മറ്റവരുണ്ടാവണോ വേണ്ടെന്നുള്ളത് പാർട്ടിയും അവരും തീരുമാനിക്കേണ്ട കാര്യമാണ്, ഏത് പാർട്ടിയാണെങ്കിലും എന്നാണ് എൻ്റെ അഭിപ്രായം. ചാണ്ടി ഉമ്മൻ കുറച്ചുകൂടി പക്വമായി വിഷയങ്ങളെ സമീപിക്കുമെന്നും ഈ ഇമോഷണലായിട്ടുള്ള അപ്രോച്ച് വിഷയങ്ങളോടുള്ളത് അവസാനിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. കാരണം ചാണ്ടി ഉമ്മൻ ഇത്രയും ഇങ്ങനെ ഇടുങ്ങി സങ്കുചിതമായി ഇങ്ങനെ റിജിഡായി ചിന്തിക്കേണ്ടുന്ന ഒരാളല്ല. കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവണം, കുറച്ചുകൂടി പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനത്തെ കുറച്ചുകൂടി ഒരു ധാരണയുണ്ടാവണം. ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് നന്നായി കൊണ്ടു നടക്കുന്ന ആളാണ്, ആ കോൺഗ്രസ് കൾച്ചർ വെച്ച് നിൽക്കുന്ന ആളാണ്. ഗാന്ധിയൻ രാഷ്ട്രീയത്തിൻ്റെ ചില ഗുണങ്ങൾ ഈ തലമുറയിൽ സൂക്ഷിക്കുന്ന ആളാണ്. മറ്റുള്ളവരെ പാരവെക്കാൻ പോകാത്ത ആളാണ്, പുറകിൽ നിന്ന് ആരെയും കുത്താൻ പോകാത്ത ആളാണ്. എവിടെയെങ്കിലും കയറിക്കഴിഞ്ഞാൽ പ്രായത്തിന് മൂത്ത ഒരുപാട് വലിയ നേതാക്കന്മാരെ തെറി വിളിക്കുന്നതാണ് രാഷ്ട്രീയം എന്ന് ചിന്തിക്കാത്ത ആളാണ്, മാന്യമായ ഭാഷ ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിനകത്തുകൂടി ഹൃദയവിശുദ്ധിയുള്ള ആളാണ്, നന്മയുള്ള ആളാണ്, ഒരു ഉയർന്ന ആത്മീയതയിൽ നിൽക്കുന്ന ആളാണ്. പക്ഷേ ഈ വിഷയത്തിൽ കുറച്ചുകൂടി വിശാലമായി ഈ വിഷയത്തെ നോക്കിക്കാണാനുള്ള, പക്വമായി നോക്കിക്കാണാനുള്ള ഒരവസ്ഥയിലേക്ക് ചാണ്ടി ഉമ്മൻ വരണം. ചാണ്ടി ഉമ്മൻ്റെ അഭ്യുദയകാംക്ഷികൾ, സഹൃദയർ ആയിട്ടുള്ള സുഹൃത്തുക്കൾ, ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കൊളീഗ്സ് എല്ലാവരും തന്നെ അദ്ദേഹത്തെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നല്ല നമസ്കാരം, നല്ലൊരു ദിവസമാവട്ടെ, സുപ്രഭാതം ആശംസിക്കുന്നു.